ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പിക്സാർട്ട് ആപ്പിൻ്റെ ഫുൾ റിവ്യൂ ആണ്. പിക്സാർട്ടിൽ എങ്ങനെ നമുക്ക് സൗജന്യമായി തന്നെ മനോഹരമായി എഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. പിക്സാർട്ടിൻ്റെ ഒരു പ്രോ മോഡ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാനിന്ന് പറയുന്നത്. പക്ഷേ പ്രോ മോഡ് ഇല്ലാതെ തന്നെ സാധാരണ വെർഷനിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന രീതികളാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആരും പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ്സൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇന്ന് പുതിയൊരു ഇൻട്രോ ആണ്. ഇൻട്രോയെക്കുറിച്ച് അഭിപ്രായം കൂടി കമൻറ്റിലിടുക. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ എടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. ഇത് കുറച്ച് ലാഗുള്ളൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. വേറെ തന്നെ ഒരു വലിയ സ്റ്റോറേജ് ഉള്ള ഒരു പ്രോ മോഡ് ആപ്ലിക്കേഷനാണ്. ഇത് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുവാദം ചോദിക്കും. അതൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കുക. ഫയൽസ് ആക്സസ് ചെയ്യാനുള്ള അനുവാദമാണ് ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണിക്കുക. സ്റ്റാർട്ട് എഡിറ്റിംഗ് ആണ്. നിങ്ങളുടെ നെറ്റ് ഓൺ ആക്കിയിട്ടാണെങ്കിൽ വേറൊരു ഇൻ്റർഫേസും കാണിക്കുക. പക്ഷേ ആദ്യം തന്നെ കാണിക്കുന്നത് ഫോട്ടോസ്. ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിപ്പോൾ ഫോട്ടോസാണ് കാണിക്കുന്നത്. ഫോട്ടോസ്, കോളേജ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. വരച്ച് വെക്കണമെങ്കിൽ വരച്ചിട്ടാക്കാം. ഒരുപാട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ലഭ്യമാണ്. നമുക്ക് എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫോട്ടോസ്, ഓൾ ഫോട്ടോസ് കൊടുക്കുക. ഓൾ ഫോട്ടോസ് ഞാനിപ്പോൾ ഒരു ഫോട്ടോ വെറുതെ എടുക്കുകയാണ്. ഇതെൻ്റെ ഗാലറി വന്നിട്ടുള്ള വെറുതെ ഒരു ഫോട്ടോ ആണ്. ഞാനിതൊന്ന് എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കാണാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് കടക്കുന്നില്ല. കാരണം വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോകും. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ കൊണ്ടുവച്ചാണ്. അത് നമുക്ക് മൈൻഡാക്കേണ്ടില്ല. രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ ടൂൾസ് എന്നത്. അതെടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ അവിടെ തന്നെ കാണാൻ സാധിക്കും. ആദ്യമായി ക്രോപ്പ് കാണാം. ക്രോപ്പ് എടുത്ത് നോക്കാം. ക്രോപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സൈസിൽ യൂട്യൂബ് സൈസ് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം സ്ക്വയർ, ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ്, ഒരുപാട് റേഷ്യോകൾ ലഭ്യമാണ്. ഫ്രീ ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്രോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്ത് കാണിക്കുന്നില്ല. ഡിസ്കാർഡ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ടൂൾസ് തന്നെ ഒരുപാട് ഓപ്ഷൻ കാണാം. ഫ്രീ ക്രോപ്പ് എന്ന ഓപ്ഷൻ കാണാം. ഗോട്ടിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കട്ടൗട്ടിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഈ ഫോട്ടോത്തിൻ്റെ ഏതൊക്കെ ഭാഗമാണ് കാണിക്കേണ്ടത് അത് കൃത്യമായി നിങ്ങൾക്ക് ബ്രഷൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ജസ്റ്റ് അങ്ങനെ വരികയാണ്. ഇനി നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഫോട്ടോ കാണുക. അപ്പോൾ നമുക്ക് വരഞ്ഞു കൊടുത്താൽ അതുപോലെ ഫോട്ടോ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കിടന്നു. പൂർണ്ണമായി പറഞ്ഞാൽ സമയം ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ടാണ് വിശദമായി കിടക്കാത്തത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടൂൾ കാണാം. അടുത്തത് ഷേപ്പ് ക്രോപ്പാണ്. അതും കട്ടൗട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഷേപ്പ് കാണാം. ഏതെങ്കിലും ഷേപ്പിലൂടെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ അത് പറ്റും. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതാണ്. അതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ആ ഒരു ഷേപ്പിൻ്റെ ആകൃതിയിൽ ഫോട്ടോ കട്ടായി വരുന്നതാണ്. ഷേപ്പൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. അത് നമുക്ക് ആദ്യം എഡിറ്റിംഗ് ഒന്നും സാധാരണ അധികം ഉപകാരപ്പെടാറില്ല. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അടുത്തത് ഡിസ്പ്രഷനാണ്. ഇതും നമ്മൾ ആരും ഉപയോഗിക്കാത്തതാണ്. നമുക്ക് നോക്കാം. ഇതിങ്ങനെ കണ്ടില്ലേ, ഇതൊന്നും അധികം ഉപയോഗപ്പെടാത്ത ഒരു ഫീച്ചറാണ്. നമുക്കതൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. ഈ ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണുക. ഇത് ക്ലോണാണ്. അനാവശ്യമായ നോയ്സൊക്കെ നമുക്ക് ഇതിന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ ചിലപ്പോൾ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുമെന്ന്. ഇടയ്ക്കുള്ള അൺവാണ്ടഡ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ശരിക്കും അറിഞ്ഞു ചെയ്താൽ അതിനാണ് പറ്റുകയുണ്ട്. ഇപ്പോൾ ഞാനിതിപ്പോൾ തിരക്കിലാക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അടുത്ത ഓപ്ഷൻ കാണുന്നത് റിമൂവ് എന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ളതാണ്. അത് പ്രോ മോഡിൽ മാത്രമേ പറ്റുകയുള്ളൂ. മാത്രമല്ല നെറ്റും വേണം. ഇപ്പം നെറ്റ് ഓഫ് ആക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. അപ്പോൾ അത് കാണിക്കുന്നില്ല. അടുത്ത ഓപ്ഷൻ സ്ട്രക്റ്റ് ആണ്. ഇതും നമുക്ക് അധികം ആവശ്യമില്ലാത്തതാണ്. ഇതിനെക്കുറിച്ച് എനിക്കും ഡീറ്റെയിൽ അറിയില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത് ഇതിൽ പോകാം. അതൊക്കെ ആവശ്യമില്ലാത്തതാണ്, കുഴപ്പമില്ല. അടുത്ത് മോഷൻ എന്ന ഓപ്ഷനാണ്. ഇത് ഏതെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് നോക്കാം. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ കാണാം. ഏതായാലും നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. അടുത്ത ടൂൾ വേറെ ഒന്നുമല്ല, സെലക്ഷനാണ്. സെലക്ഷൻ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. എഫക്റ്റ് കൊടുത്തിട്ട് എഫക്റ്റൊക്കെ ഒരുപാടുണ്ടാവും. കളർ എഫക്റ്റ് ഒരുപാടുണ്ട്. HDR കൊടുക്കാം. ആ ഒരു സെലക്ട് ചെയ്ത ഏരിയ മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ.
പിന്നെ ബ്ലർ കൊടുത്തു. അങ്ങനെ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ആ ഒരു ഭാഗം മാത്രമാണ് ആയിട്ടുള്ളത്. നമുക്കതിപ്പോൾ ആവശ്യമില്ല, അതൊന്നും ആവശ്യമില്ലാത്ത ഫീച്ചറല്ല, അടുത്ത ഉപകാരപ്പെടുന്ന ഫീച്ചർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല, അത്രയും കാണിക്കുന്നുള്ളൂ. അടുത്ത കേർവ്സ് കാണാം. ഇത് ഫോട്ടോ അടിച്ചെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. ഇത് വിശദമായ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് വിശദമായിട്ട് ചെയ്യാൻ അറിയില്ല. കാരണം ഞാൻ ഫോട്ടോഗ്രാഫറല്ല, വീഡിയോഗ്രാഫറല്ല, ജസ്റ്റ് ഒരു യൂട്യൂബർ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതിനിപ്പോൾ ഞാൻ വിശദമായി കാണിച്ചു തരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതേ ഉള്ളൂ. പിക്സാർട്ടിനേക്കാളും എനിക്ക് തോന്നുന്നത് ലൈറ്റ് റൂമാണ് കേർവിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആപ്പ്. അപ്പോൾ പിക്സാർട്ടിലെ കേർവ്സ് അത്ര നല്ലതല്ല, അത്ര ഗുണനിലയം കാണാറില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ കാണാം അഡ്ജസ്റ്റ്. ഇതാണ് പിക്സാർട്ടിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി എന്ന് പറയുന്നത്. ബ്രൈറ്റ്നെസ് എഴുതാം. ബ്രൈറ്റ്നെസ് നമ്മളിപ്പോൾ കണ്ണ് കാണിച്ചു തരാം. ഇപ്പോൾ ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ചു. അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇറേസ് കണ്ടില്ലേ, മേലത്തെ ഇറേസ് കൊടുത്തിട്ട് നമുക്ക് ഇറേസ് ബട്ടൺ കൊടുക്കുക. അതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ നോക്കുക, സൈസ് നോക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ഇറേസ് ഇത് ചെയ്ത് കളയാം. അപ്പോൾ താമരപ്പൂവിൻ്റെ ഈ ഒരു ഭാഗം ഇറേസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പുറമേ നല്ല വെളിച്ചവും കിട്ടി, എന്നാൽ ഈ പൂ അത്ര ബ്രൈറ്റ് ആയിട്ടും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായൊരു കാര്യമാണ് ഈ ഒരു ടൂൾ തന്നെ. ഞാനിപ്പം ബേസിക്കലി വെറുതെ ഒരു ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതാണ്, മറ്റേ കൈ കൊണ്ട് മൈക്ക് പിടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പിടിക്കാൻ ഏഴില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നേരെ വിപരീതം ചെയ്യണമെങ്കിൽ ഇൻവെർട്ട് കൊടുത്താൽ നേരെ വിപരീതമായിട്ട് കിട്ടും. അപ്പോൾ ഷേപ്പ് കൊടുത്താൽ ഷേപ്പ് കണക്കേ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ കൃത്യമായിട്ട് റിമൂവ് ആയി കിട്ടും. കണ്ടില്ലേ? പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെടില്ല, അത് വെറുതെ കൊടുത്തതാണ് അലമ്പായിട്ട്, അത് നോക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് സ്കിപ്പ് അടിച്ച് കളയാം. എന്നിട്ട് ഒന്നും കൂടി ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് കോൺട്രാസ്റ്റ് നമുക്ക് കാണാം. കോൺട്രാസ്റ്റ് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ക്ലാരിറ്റി കൂട്ടേണ്ട ഓപ്ഷൻ ഉണ്ട്. ക്ലാരിറ്റി ഓവറാക്കിയാൽ കുറച്ച് ബോറാണെന്ന് തോന്നുന്നത്, കുറച്ച് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഫോട്ടോ എങ്ങനെ ഭംഗിയാക്കാം എന്നതിനെ കുറിച്ചല്ല ഇന്നത്തെ പറയുന്നത്, ബേസിക്കായി പിക്സാർട്ട് പഠിക്കുന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് എഡിറ്റിങ്ങിൽ ഞാനത് പ്രധാനം കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരുപാട് പിക്സാർട്ട് നമുക്ക് കാണാം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ഉള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് മാത്രം ഫുള്ള് കാണിച്ചു തരുന്നുള്ളൂ. അതെങ്ങനെ നോക്കാം. ആദ്യം ഫുള്ള് സാച്ചുറേഷൻ കുറച്ചിട്ട് ഇറേസ് കൊടുക്കുക. ഇറേസിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കുക. വേണ്ട ഒബ്ജക്റ്റ് മാത്രം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി കിട്ടുന്നതാണ്. ഇത് കൃത്യമായി ചെയ്താൽ മാത്രമേ ഫോട്ടോത്തിന് ഭംഗി കിട്ടൂ. ഇപ്പോൾ ഞാൻ വെറുതെ കാണിക്കുന്നതുകൊണ്ടാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കഴിവും സിമ്പിളായ കാര്യമാണ്. ഇതാണ് യൂട്യൂബിൽ 4-5 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ഇടുന്നത്. നമ്മൾ ചെയ്യാനും ഇട്ടിരുന്നു. നമുക്കിതൊന്ന് നോർമലാക്കി വെച്ച് കൊടുത്തിട്ട് അടുത്ത വശം നോക്കാം. ഹ്യൂ എന്നതാണ്. ഇത് കളർ മാറ്റാനുള്ള ഓപ്ഷനൊക്കെയാണ്. ഇതും നമ്മൾ അത്ര ഉപയോഗിക്കുന്നതല്ല, അത്ര എല്ലാ പ്രാവശ്യവും ഉപയോഗപ്രദമായ ഓപ്ഷനല്ല ഇത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഹൈലൈറ്റ് എടുക്കാം. ഹൈലൈറ്റിൽ കുറച്ച് ക്ലാരിറ്റി ഒക്കെ വരുന്നതാണ്. ഹൈലൈറ്റ് എല്ലാ ഓപ്ഷനും ഇറേസ് ഓപ്ഷനും ഉണ്ട്, അതൊന്നും മറക്കരുത്. ഷാഡോ ഓപ്ഷൻ, ഇതൊക്കെ എല്ലാ എഡിറ്റിംഗ് ആപ്ഷനും ഉള്ളതാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പിക്സാർട്ട് വലിയ സംഭവമാണെന്ന് വിചാരിക്കരുത്. ഇത് വലിയൊരു സംഭവമല്ല, പക്ഷേ നമുക്ക് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സെലക്റ്റീവ് എഡിറ്റിംഗ് ആണ് ഇതിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കളർ ഗ്രേഡിങ്ങൊക്കെ ലൈറ്റ് റൂമാണ് ഏറ്റവും മികച്ച ആപ്പ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. മാത്രമേ അടുത്ത ഓപ്ഷൻ കിടക്കാം. അഡ്ജസ്റ്റ് കഴിഞ്ഞു. എൻഹേസ് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് 2 സാധനം കാണാം. കണ്ടില്ലേ? ഇതൊന്നും ഉപകാരപ്പെടാത്തതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല, പക്ഷേ ഇത് ഉപകാരപ്പെടുന്നില്ല. പക്ഷേ ചില ഫോട്ടോകളിൽ ഇതൊരു ഭംഗി കൂട്ടുന്നതിനിടയാക്കും ആ ഒരു ഓപ്ഷൻ. അടുത്ത ടിൻഡ് ഷീറ്റാണ്. ഇത് ഞാനധികം ഉപയോഗിക്കാറില്ല. കാരണം നിങ്ങൾക്ക് കാണാം, ഓരോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ഫോട്ടോ കാണാം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് എനിക്കും മനസ്സിലല്ല സത്യത്തിൽ. ഫോട്ടോത്തിൻ്റെ പ്രൊഫഷണാലിറ്റി ആകപ്പാട് പോകുന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല, അത്രയുള്ള ചെറിയൊരു ഓപ്ഷനാണത്. അടുത്ത ഓപ്ഷൻ പെർസ്പെക്റ്റീവ് ആണ്. ഇത് ശരിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇത് ഞാൻ കണ്ടില്ലേ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത്. ഈ ഒരു ഫോട്ടോ ചിലപ്പോൾ ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ വേറെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി വേറെ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഈ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വളരെ നല്ലതായിരിക്കും. അടുത്ത റീസൈസാണ്. ഇതും ഫോട്ടോത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഇതാണ്. ക്ലാരിറ്റി കൂടുന്നൊക്കെ യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. സൈസ് കൂടാനുള്ളൊരു ഓപ്ഷനാണിത്. പിക്സലൊക്കെ കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് കാണാം വിടുത്തായിട്ട് താഴെ കൂടി ഇടത്തുനിന്ന് വലത്തേക്ക് 1600 പിക്സലുണ്ട്, മുകളിലേക്ക് 900 പിക്സലും. നമുക്കൊന്ന് മാറ്റി നോക്കാം.
അതിനിപ്പോൾ ഒരു മാക്സിമമായിട്ട് കൊടുക്കുക 5000 കൊടുക്കുക, പക്ഷേ അത് അത്രയും വരില്ല. കണ്ടില്ലേ 4618 നമുക്കൊന്ന് കൊടുത്തു നോക്കാം. 4618 കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പിക്സലിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. റീസൈസ് കൊടുത്താൽ മതി, അത്രയും വലിയ പിക്സലായിട്ട് വരും. പക്ഷേ നമ്മളിപ്പോൾ അണ്ട് കൊടുക്കുകയാണ്, അത്രയും ആവശ്യമില്ല. അടുത്ത നിങ്ങൾക്ക് കാണാം ഫ്ലിപ്പ് റൊട്ടേറ്റ് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇത് നേരെ തിരിച്ചും തലവെച്ചൊക്കെയുള്ള ഓപ്ഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദമായി പോകുന്നില്ല. ടിക്ക് മാർക്ക് കൊടുത്താൽ അതൊക്കെ അപ്ലൈ ആകും. അപ്പോൾ നമ്മൾ സ്കിപ്പ് എടുത്തുകയാണ്. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ ടൂൾസ് ഓപ്ഷൻ മൊത്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് എഫക്റ്റാണ്. ഈ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ വേഗം പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ചെയ്ത് ക്ഷമിക്കുക. അത്രയും പറയുന്നുണ്ട്, കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടി പോകും, അതുകൊണ്ടാണ്. ഇപ്പോൾ എഫക്റ്റ് ഒന്നും കൊടുത്തില്ല. എഫക്റ്റ് ചെയ്താൽ ഓരോന്നേ കൊടുക്കുകയാണ്. നെറ്റില്ലാത്തതുകൊണ്ട് ഇത്രയും എഫക്റ്റ് കാണാത്തത്. നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രോമോഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് എഫക്റ്റ് അവിടെ കിട്ടുന്നതാണ്. ഒരുപാട് വിൻറ്റേജ് എഫക്റ്റൊക്കെ ഉള്ളൊരു ആപ്പാണിത്. അടുത്ത കാണാം എഫക്ട്സ്. ഇവിടെ HDR ഫിലിം ഫോട്ടോ ആക്കി മാറ്റാം. ഇതൊക്കെ ഒന്ന് കണ്ടില്ലേ, ഈ ഒരു എഫക്റ്റ് നല്ലൊരു എഫക്റ്റാണ്. എനിക്ക് തോന്നിയിട്ടില്ല, നല്ല എഫക്റ്റാണിത്. ഗ്ലിച്ച് എഫക്റ്റ് ഇതിൽ ലഭ്യമാണ്. ഇതിനെക്കുറിച്ച് വിശദമായി പറയണമെങ്കിൽ നിങ്ങൾ വീഡിയോ പറഞ്ഞാൽ അത് ഞാൻ ചെയ്തോളാം. വിശദമായി ഇതിൽ പറയുന്നില്ല, കാരണം ഓരോ എഫക്റ്റിനെ കുറിച്ച് വിശദമായി പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ നേരം ഉണ്ടാവും. വിഗ്നിറ്റി ഓപ്ഷൻ ഇതാ, വിഗ്നിറ്റി ഇങ്ങനെ കൊടുത്താൽ മതി. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കളർ ചെയ്ത് മാറ്റാവുന്നതാണ്. കളർ ഇപ്പോൾ റെഡ് കളർ കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെയുള്ളൂ, സിമ്പിളായ കാര്യമാണ്. നമുക്ക് വേറെ എഫക്റ്റ് കൊടുക്കാൻ നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്ത് നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടും. ഒരുപാടധികം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്ററുകളിലുണ്ട്. ബ്ലർ കൊടുത്താൽ ബ്ലർ നിങ്ങൾക്ക് കാണാം, ലെൻസ് ബ്ലറാണ്. ഇത് ഫോട്ടോഗ്രാഫി ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണിത്. ലൈറ്റ്നെസ് കുറച്ചിട്ട് ഇറേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ബ്ലറിലും ഇറേസ് ഓപ്ഷൻ ലഭ്യമാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സെലക്റ്റീവായിട്ട് വളരെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണിത്. സ്മാർട്ട് ബ്ലർ തുടങ്ങി ഒരുപാട് ബ്ലർ ചെയ്യേണ്ടതുണ്ട്. ബൈക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ, അതാണ് ഈ മോഷൻ ബ്ലർ. ഇതിന് സാധ്യമാണ്. നമ്മളിപ്പോൾ അതും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. ഒരുപാടധികം ബ്ലർ ഇത് ലഭ്യമാണ്. ബ്ലറിൻ്റെ സ്ട്രെങ്ത് മറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഇതിൽ കമൻറ്റ് ചെയ്യുക. സ്കെച്ച് ഉണ്ട്, കളേഴ്സ് മാറ്റം വരുത്താനുണ്ട്. ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കളർ സ്പ്ലാഷിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഈ റോസ് കളർ സെലക്ട് ചെയ്തു. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഈ പ്ലസ് ബട്ടൺ കൊടുത്തിട്ട് ഈ ഒരു ഓറഞ്ച് കളറിൽ ഇത് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതും കൂടി കിട്ടി. ഒരു ബട്ടൺ കൂടി സെലക്ട് ചെയ്തിട്ട് ഈ പച്ച കളറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി കിട്ടുന്നതാണ്. അപ്പോൾ റിമൂവ് കളർ വേണമെങ്കിൽ റിമൂവ് കളർ കൊടുത്താൽ ആ ഒരു ഓപ്ഷനായി കിട്ടി. കണ്ടില്ലേ, ആ പൂ മാത്രം നമുക്ക് എളുപ്പത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത് കളർ റീപ്ലേസ് ആണ്. കളർ റീപ്ലേസിൽ നമുക്ക് കാണിച്ചു തരാം, വിശദമായി കാണിച്ചു തരാം. അത് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ക്ലാരിറ്റി ഒക്കെ കുറയും. ഇതിൻ്റെ പ്രൊഫഷണാലിറ്റി ആകപ്പാടി മാറിയും കണ്ടില്ലേ. ഇഷ്ടമുള്ള കളർ കൊടുക്കാം, പക്ഷേ ശരിയായ അതിൻ്റെ പ്രൊഫഷണാലിറ്റി കിട്ടണമെന്നില്ല. അടുത്ത ഓപ്ഷൻ കാണാം. അടുത്ത ഓപ്ഷൻ ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ സേവ് ആകും, ഉറപ്പാണ്. സേവ് അല്ല, അവിടെ അപ്ലൈ ആയിട്ട് അടുത്ത ടിക്ക് മാർക്ക് കൊടുത്താലും മാത്രമേ സേവ് ആകുകയുള്ളൂ, ഗാലറിയോട്ട് സേവ് ആകുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കളേഴ്സ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടില്ലേ, ഇത്രയും ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഒരുപാടുണ്ട്, നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ ഞാനിത് സ്കിപ്പ് അടിക്കുകയാണ്, ഡിസ്കാർഡ് കൊടുത്തു. അടുത്ത ഓപ്ഷൻ റീടച്ചാണ്. ഇത് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ ആവശ്യമില്ല. സ്കിന്നിനൊക്കെ കളർ ഏകദേശം റിമൂവ് ചെയ്യാനോ കളർ മാറ്റാനൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അടുത്തത് സ്റ്റിക്കറാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലൂടെ സ്റ്റിക്കർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ പ്രോമോഡിനായിട്ട് ഡൗൺലോഡ് ഓപ്ഷനുണ്ട്. സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പ്രീമിയം യൂസേഴ്സിന് ചെയ്യാൻ പറ്റും, സാധാരണ യൂസേഴ്സിനും പറ്റുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എക്സ്ട്രാ ഫോട്ടോ ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഇല്ലുണ്ട്. സ്റ്റിക്കർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അടുത്ത കട്ടൗട്ടാണ്. ഈ കട്ടൗട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. കണ്ടില്ലേ, ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമായി നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒന്ന് അണ്ടു കൊടുക്കാം. അടുത്ത റീപ്ലേ ആണ്. ഇതെന്താ സംഭവം എന്ന് സത്യത്തിൽ എനിക്കും മനസ്സിലായില്ല.
അടുത്ത ടെസ്റ്റ് ഓപ്ഷനാണ്. ടെസ്റ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരുപാട് ഓപ്ഷൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു, ഒരുപാടധികം ഫോണ്ടുകൾ ഇതിനകത്ത് ലഭ്യമാണ് ഓൺലൈനായിട്ടൊക്കെ. ഈ മേളത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഒരുപാട് ടെസ്റ്റ് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഈ കളറൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. ഒരുപാട് കണ്ടില്ലേ, ഗ്രേഡിയൻ്റ് കളർ കൊടുക്കാം, ടെക്സ്ചർ കളർ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് കളർ കൊടുത്തു, കളറ് കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാടധികം കളറിൽ ലഭ്യമാണ്. അടുത്ത് ഹൈലൈറ്റാണ്. ഈ സാറിനൊക്കെ ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് അത് മാറ്റി കൊടുത്തു. അടുത്ത സ്ട്രോക്കാണ്. സ്ട്രോക്ക് കണ്ടില്ലേ, ഇത് യൂട്യൂബിൽ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്. സ്ട്രോക്ക് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ടെസ്റ്റിന്. അടുത്ത സ്പേസിംഗ് ആണ്. ഇതൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. 2 അക്ഷരം നമ്മൾ ടൈപ്പ് ചെയ്യില്ല, അതുകൊണ്ടാണ്. അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ബ്ലെൻഡ്, ഷേഡോ ഒക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ബ്ലെൻഡ്, ഈ ബെൻഡ് കൊടുത്താൽ വളഞ്ഞു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അടുത്ത ആഡ് ഫോട്ടോ ആണ്. ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് 1 കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ഫോട്ടോ ആഡ് ചെയ്യാനും സാധ്യമാണ്. എന്നിട്ട് അതിൻ്റെ ഇറേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗങ്ങൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത്ര ഞാനിപ്പോൾ സിമ്പിളായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ദയവായി ക്ഷമിക്കുക, കാരണം സമയപരിധി വളരെ കുറവാണ്. അടുത്ത ഫിറ്റ് ഓപ്ഷനാണ്. ഫിറ്റ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും റേഷ്യോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. സൂം ഔട്ടൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത ബ്രഷസ് ആണ്. അതും നിങ്ങൾക്ക് വരയാനുള്ള ഓപ്ഷനൊക്കെയാണ്. ബോർഡർ ഉണ്ട്. ഫോട്ടോക്ക് ബോർഡർ കൊടുക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഞാൻ സ്കിപ്പ് കൊടുത്തു, ഡിസ്കാർഡ് കൊടുത്തു. അടുത്തത് മാസ്ക് ആണ്. ഡ്രോ, ലെൻസ് ഫ്ലെയർ ഇപ്പോൾ ലഭ്യമല്ല, കാരണം നെറ്റില്ല. ലെൻസ് ഫ്ലെയർ നിൽക്കണ്ടേ, ഒരു വര പോലെ സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ ആ ഒരു സാധനം കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ, ഫ്രെയിം ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നെറ്റിലതുകൊണ്ട് കിട്ടുന്നില്ല. ഫ്രെയിമൊക്കെ നിങ്ങൾക്ക് ഫോട്ടോക്ക് ഫ്രെയിം ചേർക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായൊരു ഡിഫിക്കൽട്ടായ ഒരു ആപ്പ് തന്നെയാണ് ഇത് സത്യത്തിൽ. പക്ഷേ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടാലും സിമ്പിൾ ആപ്പായിട്ട് തോന്നും, പക്ഷെ നല്ലൊരു ആപ്പ് തന്നെയാണിത്. ഇത് വെച്ച് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എൻ്റെ നിങ്ങൾക്ക് കാണാം, ഈ തമിഴ്നാട് തന്നെ ഉണ്ടാക്കിയത് എൻ്റെ ഒരു ആപ്പ് കൊണ്ടാണ്. ഇനി സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ടു ഗാലറി കാണാം. ഇനി അത് കൊടുത്തേക്കെല്ലാം സേവായി. ഇനി ടിക്ക് മാർക്ക് ഈ ഏറോ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ ഡ്രാഫ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ മേലെ മറ്റൊരു ഫോട്ടോ വെച്ചിട്ട് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടക്കത്തിലുള്ള ബേസിക്കൽ കാര്യം മാത്രമേ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അമൽഡാഗ്5 ആണ്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തൊക്കെ ഞങ്ങൾക്ക് ബാക്ക് ഫോളോ തരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.